ഹലോ ഗായ്സ്, കല്ലൂർക്കാരൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒത്തിരി നാൾ കൂടി പ്ലാൻ ചെയ്യുന്നതാണ് ഒരു ട്രിപ്പ് പോകാൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത് വെല്ലിംഗ്ടൺ ആണ്. വെല്ലിംഗ്ടൺ പോയിട്ട് അവിടെ നിന്ന് ഫെറി കയറി സൗത്ത് ഐലൻഡിൽ നിന്ന് കറങ്ങണം. അപ്പോൾ അതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. മാർട്ടിൻ, മിലൻ, മിഖായല, സനു എല്ലാവരും ഉണ്ട്. ഒത്തിരി നാളായി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴാണ് ഒരു സമയത്തത്. ന്യൂസിലാൻഡിലെ നുപ്ലമൗത്തിൽ നിന്നും വെല്ലിംഗ്ടൺ വരെ ഏകദേശം 361 കിലോമീറ്റർ യാത്രയാണുള്ളത്. അതായത് 4 മണിക്കൂർ 35 മിനിറ്റ് യാത്ര. ഈ 4 മണിക്കൂർ 35 മിനിറ്റ് യാത്ര വിവിധ തരത്തിലുള്ള സ്പീഡ് സോണുകൾ, അതായത് 30 കിലോമീറ്റർ, 50 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 110 കിലോമീറ്റർ തുടങ്ങിയ സ്പീഡ് സോണുകളിലൂടെ കടന്നു വേണം ഈ വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് നുപ്ലമൗത്തിൽ നിന്നും ചെല്ലാനായിട്ട്. യാത്രയുടെ തുടക്കം മുതൽ ഉറങ്ങിയ മെലനും മിഖായലയും എനിറ്റ് ബിസ്ക്കറ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കണ്ടോ, നല്ല അടിപൊളി റോഡ്. 2 മലനിരകളുടെ നടുവിലൂടെയുള്ള ഈ റോഡ് 110 കിലോമീറ്റർ സ്പീഡിലുള്ള എക്സ്പ്രസ് വേ ആണിത്. ഇത് കണ്ടോ, വലിയൊരു കയറ്റം കയറി ഇറങ്ങുന്ന ഒരു പോർഷനാണിത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഈ യാത്രയിൽ. സാൻസിനിൽ നിന്ന് തിരിഞ്ഞു പോകണം. ഫാംസിനോടത്തിന് ചെല്ലുന്നതിന് മുമ്പ് സാൻസിൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് റൈറ്റ് തിരിയുമ്പോഴാണ് ഈ പറഞ്ഞ വെല്ലിംഗ്ടൺ റൂട്ട്. അതിലിപ്പോൾ ഏകദേശം ഇനി ഒരു 40 മിനിറ്റ് യാത്രയും കൂടെ ഉണ്ടാവും. വെല്ലിംഗ്ടൺ എക്സ്പ്രസ് വേയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. വളരെ പുതിയതായി ടാർ ചെയ്ത ഒരു റോഡ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ് വണ്ടി ഓടിക്കുമ്പോൾ. അധികം കുലുക്കോ അങ്ങനെയൊന്നുമില്ല. അതും അതിൻ്റെ കൂടെ തന്നെ ഈ പ്രകൃതിരമണീയമായ ഈ കാഴ്ചകളും കൂടെ ഉൾക്കൊള്ളുമ്പോൾ നല്ല അടിപൊളി യാത്രയാണിത്. ഇതുണ്ട്, വളരെ ലോങ് സൈറ്റിലേക്കുള്ള നമുക്ക് നല്ലൊരു വ്യൂ ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതേ അങ്ങനത്തെ ആ മരങ്ങളുണ്ടോ, നമ്മുടെ വീഡിയോഗ്രാഫർ മാറ്റിനാട്ടോ. മിലൻ പുറകിലിരുന്ന പ്രകൃതി രമണീയത ആസ്വദിക്കുന്നുണ്ട്. മിക്ക വയ്യൊരു ഉറക്കം കഴിച്ച് ഏറ്റിട്ടുണ്ട്. മിലന്റെ മിക്കുവിന്റെ സെന്ററിൽ സനു ഇരിക്കണം എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ സനു അങ്ങനെ ഇരിക്കണേ. ഇടുങ്ങിയ സീറ്റാണ്, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. ഇവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതാണ് ഇങ്ങനെ കെട്ടി വലിച്ച് കൊണ്ടുപോകണം. അതിന് പ്രത്യേക ട്രെയിലറൊക്കെ ഉണ്ട്. ഇതാണോ, അങ്ങനെ നമ്മൾ വെല്ലിംഗ്ടൺ എത്തിയിരിക്കുകയാണ്. ഇതാണോ, വെല്ലിംഗ്ടണിൽ കുറെ ക്രൂസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫെറിയുണ്ട്. വെല്ലിംഗ്ടൺ പോർട്ടിൽ കിടക്കുന്ന ഒരു വലിയ ക്രൂസ് ഷിപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ്. അവിടെ നിന്നും ഞങ്ങൾ ഹൈവേ വഴി നേരെ വെല്ലിംഗ്ടണിലെ ടണലിൻ്റെ ഏരിയയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതാണ് നമ്മുടെ വെല്ലിംഗ്ടണിലെ ടണലാണിത്. ടണൽ എന്താണ്ടൊക്കെ പറയുന്നത്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഏകദേശം 4.5 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ വെല്ലിംഗ്ടൺ വിക്ടോറിയ മൗണ്ടനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ലുക്ക് ഔട്ട് സൈറ്റ് ഉണ്ട്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം വെല്ലിംഗ്ടൺ ടൗൺ മൊത്തം കാണാം. എയർപോർട്ട്, ഷിപ്പ്യാർഡ് മുതൽ എല്ലാ കാര്യങ്ങളും കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും വന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. മിലനും മിക്കായലയും എല്ലാവരും റെഡിയായി. ആഹാ, മിലനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. മിക്കും ഭയങ്കര സന്തോഷത്തിലാണ്. മാർട്ടിൻ ഇത്ര നേരം എൻ്റെ വീഡിയോ എല്ലാം എടുത്തോണ്ടിരുന്ന മാർട്ടിനാണ് കേട്ടോ. അപ്പോൾ വിക്ടോറിയ മൗണ്ടിൽ നിന്നുള്ള വ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നല്ല അടിപൊളി വ്യൂ ആണ്. എന്താണെങ്കിലും ലൈറ്റൊക്കെ പോണ കാണാം. ഇഷ്ടപ്പെട്ടില്ല? Yes, I like it really well.
This is the first time I get on this whole. Not a guy that's this. Something. You're allowed to sit on it. എന്ത് വലിയ തോക്കാൻ നോക്കിയത്. ഈ ടോക്കിനെ പ്രതിപാദിക്കുന്ന ചരിത്രവും ഏതാനും പടങ്ങളും ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പടികൾ കയറി നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ വെല്ലിംഗ്ടൺ എയർപോർട്ടിൽ നിന്നും ഉയർന്നു പോകുന്ന വിമാനങ്ങളെയും നമുക്ക് ഇവിടെ കാണാം. വിക്ടോറിയ മൗണ്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വെല്ലിംഗ്ടൺ ടൗണിൻ്റെ ഒരു കാഴ്ചയാണ്. അങ്ങേറ്റ് കാണുന്നത് അത് എയർപോർട്ടാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ റൺവേ ആണ്. ഒരു ഫ്ലൈറ്റ് റൺവേയിലുണ്ട് ഓൾറെഡി. കേട്ടോ നല്ല സ്പീഡിൽ റൺവേയിൽ ഫ്ലൈറ്റ് മുകളിലേക്ക് പോകാനാണ്. വെല്ലിംഗ്ടൺ എയർപോർട്ടിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ വിമാനങ്ങളും കൂടാതെ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ദൂരക്കാഴ്ച, ഇതാണ് വെല്ലിംഗ്ടൺ ടൗണിൻ്റെ ദൂരക്കാഴ്ചയാണ് ഈ കാണുന്നത്. ന്യൂ പ്ലമൗത്തിൽ നിന്നും വെല്ലിംഗ്ടണിലെത്തിയപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ ക്ലൗഡി ആണ് ഇപ്പോൾ നിലവിൽ. നല്ല വെയിലുള്ള സമയത്ത് ഇതിലും നല്ല ക്ലാരിറ്റിയോടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ദൂരക്കാഴ്ചകൾ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ച ഇത് സ്കൈ സ്റ്റേഡിയമാണ്. അതായത് വെല്ലിംഗ്ടണിൽ വരുന്ന അത്യാവശ്യം മത്സരങ്ങളെല്ലാം നടക്കുന്ന ഒരു സ്റ്റേഡിയമാണിത്. ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ഇതാണ് ഞാൻ നിൽക്കുന്ന വ്യൂ കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെ ഏകദേശം 360 ഡിഗ്രിയിലുള്ള വ്യൂ ആണിത്. ഇവിടെ അനേകം ആളുകൾ ഇത് കാണാൻ വേണ്ടി ഇവിടുത്തുകാരും വിദേശികളും അടക്കം വരുന്നത് നിങ്ങൾക്ക് ഇവിടെ വീഡിയോ തന്നെ കാണാവുന്നതാണ്. വീഡിയോയും ഫോട്ടോയും എല്ലാം മത്സരിച്ചെടുക്കുന്ന ആൾക്കാരെ ഇവിടുന്ന് കാണാം. അതുപോലെ തന്നെ ഞങ്ങളും വീഡിയോയും ഫോട്ടോയും എല്ലാം ഇവിടെ നിന്ന് എടുത്തു. ഞങ്ങൾ അടുത്ത് പോകുന്നത് വെല്ലിംഗ്ടണിൽ നിന്നും പിക്ടണിലേക്കാണ്. പിക്ടണിലേക്കുള്ള ഫെറിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഫെറി 2 മണി വെളുപ്പിന് 2 മണിക്കാണ് പോകുന്നത്. ആയതിനാൽ 1 മണിക്കാണ് അവർ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്നതിനാൽ ഞങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടി. വെല്ലിംഗ്ടൺ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമയം ചെലവഴിച്ചതിന് ശേഷം രാത്രി ഏകദേശം 12 മണിയോടുകൂടി ഞങ്ങൾ ചെക്കിൻ ചെയ്തു. ഗൈസ്, ഇപ്പോൾ ഏകദേശം രാത്രി 1 മണിയായി. ഞങ്ങൾ ഫെറിയിൽ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ പിള്ളേരെല്ലാവരും ഉറങ്ങി തുടങ്ങി. മാർട്ടിനും മെല്ലിനും മിക്കായിലേയും പയ്യെ ചെറുതായിട്ട് ഉറങ്ങി തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫെറി സ്റ്റാർട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ഇത് വലിയൊരു ഫെറിയാണിത്. ബ്ലൂ ബ്രിഡ്ജിൻ്റെ 184 മീറ്ററോളം നീളവും 20,000 ടൺ ഭാരവുമുള്ള ഫെറിയാണിത്. ഇത് കണ്ടോ, വലിയ ട്രക്കുകളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ യാത്രക്കാർക്കും 500ഓളം യാത്രക്കാരും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫെറിയാണിത്.
ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ന്യൂസിലൻഡ് സൗത്ത് ആൻഡിലെ അതിമനോഹരമായ വീഡിയോ ഇവിടെ കാണാം. നമസ്കാരം.